നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തുണ്ടായ പനാമ പതാകയേന്തിയ ചരക്കുകപ്പലിൻ്റെ ദുരന്തം സമുദ്ര സുരക്ഷയുടെയും അന്താരാഷ്ട്ര നാവിക ഗതാഗതത്തിൻ്റെയും ചരിത്രത്തിൽ ആശങ്കാജനകമായ ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രപാതകൾ എക്കാലത്തും വലിയ വെല്ലുവിളികളും അപകട സാധ്യതകളും നിറഞ്ഞതാണ്. ആധുനിക സാങ്കേതിക വിദ്യകളും മുൻകരുതലുകളും എത്രത്തോളം പുരോഗമിച്ചാലും പ്രകൃതിയുടെ ശക്തിക്കും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾക്കും മുന്നിൽ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ എപ്പോഴും തെറ്റാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഒഡീഷ തീരത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് ഇരുമ്പയിരുമായി പുറപ്പെട്ട MV ഓഷ്യൻ വിന്നർ എന്ന വലിയ ചരക്കുകപ്പൽ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിപ്പോയെന്ന വാർത്ത ലോകത്തെ ഞെട്ടിക്കുന്നത്. ഭുവനേശ്വറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നലെ വൈകിയ വേളയിലാണ് ഈ വലിയ ദുരന്തത്തിൻ്റെ സന്ദേശം മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്ററിന് ലഭിക്കുന്നത്. പനാമ പതാകയേന്തി സഞ്ചരിച്ചിരുന്ന ഈ ബൾക്ക് കാരിയർ കപ്പൽ 225 മീറ്റർ നീളവും 32.26 മീറ്റർ വീതിയുമുള്ള വലിയൊരു യാനമായിരുന്നു. ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടിയിരുന്നത് ഓഗസ്റ്റ് 27-നായിരുന്നു. എന്നാൽ യാത്രക്കിടയിൽ ട്രാക്കിംഗ് സിസ്റ്റങ്ങളിൽ നിന്ന് കപ്പൽ അപ്രത്യക്ഷമാവുകയും ആശയവിനിമയം പൂർണ്ണമായി നിലയ്ക്കുകയുമാണ് ഉണ്ടായത്. പാരാദ്വീപ് തീരത്ത് നിന്ന് ഏകദേശം 200-ലധികം നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ആകെ 24 ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഭൂരിഭാഗവും, അതായത് 20 പേരും ചൈനീസ് പൗരന്മാരായിരുന്നു. കൂടാതെ മ്യാൻമറിൽ നിന്നുള്ള 3 പേരും ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരാളും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. വിക്ടർ സ്റ്റാർ ഗ്രൂപ്പ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. കപ്പലിൽ നിന്ന് അപായ സൂചന ലഭിച്ച ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ അന്താരാഷ്ട്ര സുരക്ഷാ വലയം സജീവമാക്കുകയും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ഇതുവഴി പോകുകയായിരുന്ന MT ഐസോപോസ് എന്ന മർച്ചൻ്റ് ടാങ്കർ കപ്പലിനെ വഴിതിരിച്ചു വിടുകയും ശനിയാഴ്ച രാത്രി 8 മണിയോടെ കടലിൽ അലഞ്ഞു തിരിഞ്ഞ 2 ലൈഫ് റാഫ്റ്റുകളിൽ നിന്നായി 2 ജീവനക്കാരെ സുരക്ഷിതരമായി രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വളരെ വിപുലമായ തിരച്ചിൽ മാരിടൈം ഓപ്പറേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ICGS വരദ്, ICGS അൻമോൽ എന്നീ കപ്പലുകൾ അടിയന്തരമായി രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൂടാതെ ശ്രീവിജയപുരത്ത് നിന്നും IGS വിജിൽ എന്ന കപ്പലും ഈ ദൗത്യത്തിനായി വിന്യസിച്ചിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന ബാക്കി 22 ജീവനക്കാരെ കണ്ടെത്താൻ അന്തരീക്ഷം മോശമായ കാലാവസ്ഥയിലും പ്രക്ഷുബ്ധമായ കടലിനെയും വകവയ്ക്കാതെയാണ് രക്ഷാസേനാംഗങ്ങൾ തങ്ങളുടെ ദൗത്യം തുടരുന്നത്. രക്ഷപ്പെട്ട 2 ജീവനക്കാരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർക്കായി ആകാശമാർഗത്തിലും കടൽ മാർഗത്തിലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. കപ്പൽ അപകടത്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായ വ്യക്തത വന്നിട്ടില്ല. സാങ്കേതിക തകരാറുകൾ മൂലമാണോ, കപ്പലിലുണ്ടായിരുന്ന അയിര് ഒതുങ്ങി മാറിയത് കൊണ്ടാണോ, അതല്ലെങ്കിൽ കടലിലെ അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളാണോ ദുരന്തത്തിന് കാരണമായത് എന്നത് സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും സമുദ്രത്തിലൂടെയുള്ള ചരക്കു നീക്കത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചും കപ്പലുകളുടെ യാത്രാവേളകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഈ ദുരന്തം വീണ്ടും ഗൗരവമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. കടലിൽ കാണാതായ ജീവനക്കാർക്കായി നടത്തുന്ന ഈ രക്ഷാപ്രവർത്തനം വിജയകരമാകുമെന്നും ബാക്കിയുള്ളവർ സുരക്ഷിതരായി തിരിച്ചെത്തുമെന്നും ലോകം മുഴുവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈ ദാരുണമായ സംഭവം മനുഷ്യൻ്റെ കടൽ യാത്രകളിലെ അനന്തമായ വെല്ലുവിളികളെ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ദുരന്തമുഖത്ത് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരുടെ നിസ്വാർത്ഥ സേവനത്തിൻ്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ആധുനിക നാവിക സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും സമുദ്രത്തിൻ്റെ അജ്ഞാതമായ കോണുകളിൽ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ ഇന്നും ദുർബലനാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇത്തരം അപകടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ കർശനമായ സുരക്ഷാ മുൻകരുതലുകളും കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളും ലോകരാജ്യങ്ങളുടെയും സമുദ്ര സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തുണ്ടായ ചരക്കുകപ്പൽ ദുരന്തവും അതിൽ കാണാതായ ചൈനീസ് പൗരന്മാരെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ് എന്ന ചോദ്യവും അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെയും മാരിടൈം നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരിക്കും. ലോകമഹാസമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാത്രം അതിർത്തിക്കുള്ളിൽ പൂർണ്ണമായ അവകാശമോ ഉത്തരവാദിത്വമോ ഉണ്ടാകണമെന്നില്ല. അന്താരാഷ്ട്ര ജലാശയങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക മേഖലകളിലോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തിൻ്റെ പരിധിയിലുള്ള രാജ്യങ്ങളും കപ്പലിൻ്റെ പതാക വഹിക്കുന്ന രാജ്യവും ജീവനക്കാരുടെ മാതൃരാജ്യങ്ങളും തമ്മിൽ സങ്കീർണമായ ചില അന്താരാഷ്ട്ര ബാധ്യതകൾ പങ്കിടേണ്ടി വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ
ഒഡീഷ തീരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ട MV ഓഷ്യൻ വിന്നർ എന്ന പനാമ പതാകയേന്തിയ കപ്പലിലെ ചൈനീസ് പൗരന്മാരെ രക്ഷപ്പെടുത്തേണ്ടതും കണ്ടെത്തേണ്ടതുമായ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ് എന്ന വിഷയം വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ അപകടം നടന്നിരിക്കുന്നത് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാറ്റലൈറ്റ് നിരീക്ഷണത്തിനും മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്ററിൻ്റെ പരിധിയിലോ വരുന്ന പ്രദേശത്താണ്. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ്റെ ചട്ടങ്ങൾ പ്രകാരം ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തീരത്തിന് സമീപത്തോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സമുദ്രമേഖലയിലോ ഒരു അപകടം നടന്നാൽ അവിടെ ഉടനടി രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ആ സമീപ രാജ്യത്തിൻ്റെ സമുദ്രസേനയുടെ ഔദ്യോഗിക ഉത്തരവാദിത്തമാണ്. ഈ നിയമപ്രകാരമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്ററും ഉടൻ തന്നെ രംഗത്തിറങ്ങിയത്. അപകടം ലഭിച്ച ഉടൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകളെയും വിമാനങ്ങളെയും വിന്യസിച്ചതും അടുത്തുള്ള മർച്ചൻ്റ് കപ്പലുകളെ രക്ഷാദൗത്യത്തിലേക്ക് തിരിച്ചു വിട്ടതും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മാനുഷികവും നിയമപരവുമായ ഇടപെടലിൻ്റെ മികച്ച ഉദാഹരണമാണ്. അന്താരാഷ്ട്ര നാവിക നിയമപ്രകാരം ഫ്ലാഗ് സ്റ്റേറ്റ് അഥവാ പതാക നൽകിയ രാജ്യമെന്ന നിലയിൽ പനാമയ്ക്കും ഈ കപ്പലിൻ്റെയും അതിൻ്റെ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ചില ഭരണപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. കപ്പലിൻ്റെ ഫിറ്റ്നസ്, അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ പാലനം എന്നിവ ഉറപ്പാക്കേണ്ടത് പനാമയുടെ ചുമതലയാണ്. എങ്കിലും കടലിൽ വെച്ച് പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം ജീവൻ മരണ പ്രതിസന്ധികളിൽ നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ ഭൂമിശാസ്ത്രപരമായി ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പനാമയ്ക്ക് പെട്ടെന്ന് സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന നിലയിലുള്ള പനാമയുടെ പങ്കാളിത്തം പ്രധാനമായും ഈ അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിലും നിയമപരമായ നടപടികളിലുമാണ് പരിമിതപ്പെടുന്നത്. ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ജീവനക്കാരും ചൈനീസ് പൗരന്മാരാണെന്ന യാഥാർത്ഥ്യം പരിഗണിക്കുമ്പോൾ സ്വന്തം പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട വലിയൊരു നയപരമായ ഉത്തരവാദിത്തം ചൈനയ്ക്കുമുണ്ട്. ഏതൊരു രാജ്യവും വിദേശങ്ങളിൽ അപകടത്തിൽപ്പെടുന്ന സ്വന്തം പൗരന്മാരുടെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയും പ്രാദേശിക ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. ചൈനീസ് സർക്കാരും അവിടുത്തെ നയതന്ത്ര കാര്യാലയങ്ങളും ഈ ദുരന്തത്തിൽ ഇന്ത്യൻ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ സഹായങ്ങളും വിവരങ്ങളും തേടുന്നുണ്ടാകാം. എങ്കിലും രക്ഷാപ്രവർത്തനം നേരിട്ട് നടത്താൻ കഴിയില്ലെങ്കിലും ചൈനയ്ക്ക് ഇന്ത്യയുടെയും മറ്റ് ഏജൻസികളുടെയും രക്ഷാപ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും നയതന്ത്ര തലത്തിൽ പിന്തുണ നൽകാനും സാധിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ അന്താരാഷ്ട്ര മാരിടൈം നിയമങ്ങൾ അനുശാസിക്കുന്നത് സഹകരണത്തിൻ്റെ ശക്തിയാണ്. അപകടം നടന്നത് ഇന്ത്യയുടെ സമുദ്രമേഖലയിലായതിനാൽ അവിടെയുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ കർമ്മഭാരം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും നടത്തുന്ന ഈ വിപുലമായ തിരച്ചിൽ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ഏറ്റവും വലിയ ഉയർന്ന മാതൃകയാണ് കാണിക്കുന്നത്. കടലിൽ അപകടത്തിൽപ്പെടുന്ന ഏത് രാജ്യക്കാരനായാലും അവരുടെ ജീവൻ രക്ഷിക്കുക എന്നത് മനുഷ്യത്വപരമായ ആദ്യത്തെ കടമയായിട്ടാണ് ഭാരതം എക്കാലത്തും കണക്കാക്കിയിട്ടുള്ളത്. അതിനാൽ ചൈനീസ് പൗരന്മാരായാലും മ്യാൻമർ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പൗരന്മാരായാലും അവരെ കണ്ടെത്താനുള്ള ഈ യത്നത്തിൻ്റെ മുൻനിരയിൽ നിലവിൽ ഇന്ത്യയാണുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ദൗത്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ ഉത്തരം നൽകാൻ കഴിയില്ല. ഭൂമിശാസ്ത്രപരമായ അധികാരപരിധിയും രക്ഷാപ്രവർത്തനം നടത്താനുള്ള സജ്ജീകരണം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രായോഗികമായ രക്ഷാദൗത്യം പൂർണ്ണമായും നിർവഹിക്കുന്നത് ഭാരതമാണ്. അതേസമയം പനാമ കപ്പലിൻ്റെ ഔദ്യോഗിക പതാക രാജ്യവും ചൈന ജീവനക്കാരുടെ മാതൃരാജ്യവും എന്ന നിലയിൽ അവരുടേതായ നിയമപരമായ ഉത്തരവാദിത്തങ്ങളും നയപരമായ ഇടപെടലുകളും ഈ വിഷയത്തിൽ പാലിക്കേണ്ടതുണ്ട്. ആത്യന്തികമായി കടലിൽ കാണാതായ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരതം നടത്തുന്ന ഈ മാതൃകാപരമായ രക്ഷാപ്രവർത്തനം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വലിയ അഭിനന്ദനങ്ങൾക്ക് അർഹമായ ഒന്നാണ്. ഈ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ കടലിൽ ജീവൻ്റെ തുടിപ്പുകൾക്കായി പോരാടുന്ന ആ മനുഷ്യരെ കണ്ടെത്താൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഭാരതം നടത്തുന്ന ഈ പരിശ്രമം ലോകത്തിന് തന്നെ മാതൃകയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.